മൊറോക്കോയിലെ മനോഹരമായ കാഴ്ചകളിലൂടെ, ചരിത്ര സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് നാം. ജേണി വിത്ത് അൻവറിൻ്റെ വീഡിയോയിലൂടെ, ഞങ്ങൾ പോയ വഴികളിലൂടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫെസിലെ ചരിത്ര സ്ഥലങ്ങളും കാഴ്ചകളുമൊക്കെ കണ്ടു. ഇഫ്രാനിലെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ചകൾ കണ്ടു. ഈ ആഴ്ച മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്തിലേക്കാണ് പോകുന്നത്. അറ്റ്ലാന്റിക് സമുദ്രം ചുറ്റിപ്പറ്റി കിടക്കുന്ന മനോഹരമായ പട്ടണമുള്ള റബാത്ത്, രാജ്യത്തിൻ്റെ തലസ്ഥാനം. സാമ്രാജ്യത്വ നഗരങ്ങളിൽ 4-ൽ ഒന്നാണ് റബാത്ത്. അവിടുത്തെ ഏറ്റവും ആകർഷണമായ ഒരു നിർമ്മിതിയാണ് ഹസ്സൻ ടവർ, ഹസ്സൻ മോസ്ക് എന്നൊക്കെ പറയും. 1191 യാക്കൂബ് അൽ മൻസൂർ അൽ മോഹദ് രാജവംശത്തിൻ്റെ 3ാമത്തെ ഖലീഫ യാക്കൂബ് അൽ മൻസൂർ നിർമ്മിച്ച് തുടങ്ങിയ മിനാരവും പള്ളിയും, 348 തൂണുകൾ, പണി തീരാതെ കിടക്കുന്ന, പണി തീരാത്ത മിനാരം. ആ ഒരു ഭാഗം നമ്മൾ പോയി കാണുമ്പോൾ ഇത് എങ്ങാനും പണി തീർന്നിരുന്നെങ്കിൽ അതൊരു വലിയ സംഭവമാകുമായിരുന്നു ലോകത്തിലെ. പിന്നീട് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടത് കൊണ്ട് അതിൻ്റെ പണി നടന്നില്ല. ഇന്ന് അത് ടൂറിസ്റ്റുകളുടെ ഏറ്റവും സുന്ദരമായ കാഴ്ചയാണത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റോയൽ പാലസ് എന്ന കെട്ടിടത്തിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവും ആദ്യത്തെ രാജാവും, സ്വതന്ത്ര മൊറോക്കോയുടെ ആദ്യത്തെ രാജാവുമായ മുഹമ്മദ് 5-ാമൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അബ്ദുള്ളയും ഹസ്സൻ 2-ാമനും അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ വഴികളിലൂടെയൊക്കെയാണ് ഈ ആഴ്ച നാം സഞ്ചരിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അടുത്ത വീഡിയോയിൽ മെറാക്കിഷിലേക്ക് എത്തണം. നമുക്ക് റബാത്തിൻ്റെ ഹസ്സൻ ടവറിൻ്റെ ചരിത്രവും കാഴ്ചകളും ഒക്കെ കാണാം. വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ ഇപ്പോഴുള്ളത് മൊറോക്കോയിലെ റബാത്തിലാണ്. രാജ്യത്തെ 7ാമത്തെ വലിയ നഗരവും 4ാമത്തെ സാമ്രാജ്യത്വ നഗരവുമാണ് റബാത്ത്. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അൽ മോഹദ് രാജവംശമാണ് റബാത്ത് സ്ഥാപിച്ചത്. പിന്നീട് 1955 മൊറോക്കോ സ്വാതന്ത്ര്യം നേടിയപ്പോൾ റബാത്ത് അതിൻ്റെ തലസ്ഥാനമായി. ഒരു കാലത്ത് ആൻഡലൂസിയയിൽ നിന്ന്, അഥവാ ഇന്നത്തെ സ്പെയിനിൽ നിന്നും പുറത്താക്കപ്പെട്ട മുസ്ലിങ്ങൾ വന്ന് താമസമാക്കിയത് റബാത്തിലായിരുന്നു. ഞങ്ങൾ ഹസ്സൻ ടവറിൻ്റെ അടുത്തെത്തി. പുറത്തു നിന്ന് തന്നെ മനോഹരമായ കാഴ്ച. കെട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ 2 ഭാഗത്തും സെക്യൂരിറ്റി ഉണ്ട്. ഇതൊരു വല്ലാത്ത ലോകം തന്നെ. അപൂർണമായ ഒരു പള്ളിയുടെ മിനാരമാണ് ആ കാണുന്നത്. തൻ്റെ ഭരണത്തിന് ഒരു തലസ്ഥാനവും ഒരു വലിയ പള്ളിയും മിനാരവും ചുറ്റുമതിലും നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലാണ് 1191 അൽ മൊഹദ് രാജവംശത്തിൻ്റെ 3ാമത്തെ ഖലീഫയായ അബൂ യൂസഫ് യാക്കൂബ് അൽ മൻസൂർ ഇത് നിർമ്മിച്ചത്.
1199 യാക്കൂബ് അൽ മൻസൂറിൻ്റെ പെട്ടെന്നുണ്ടായ മരണത്തിന് ശേഷം പള്ളിയും പുതിയ തലസ്ഥാനവും പൂർത്തിയാകാതെ തുടർന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് അത് പൂർത്തിയാക്കാനുള്ള വിഭവങ്ങളോ ഇച്ഛാശക്തിയോ ഇല്ലായിരുന്നു. അന്ന് ഇതിൻ്റെ പണി പൂർത്തിയായിരുന്നെങ്കിൽ 12-ാം നൂറ്റാണ്ടിൽ ഈ ഗോപുരം ലോകത്തിലെ ഏറ്റവും വലിയ മിനാരമാകുമായിരുന്നു. പള്ളിയും അതെ. പൂർത്തിയാകാത്ത മിനാരവും അതിൻ്റെ ചുറ്റുമതിലിൻ്റെ കുറച്ച് ഭാഗങ്ങളും 348 തൂണുകളുടെ നിരകളും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഗോപുരവും പള്ളിയും കമ്മീഷൻ ചെയ്തത് അബു യൂസുഫ് യാക്കൂബ് അൽ മൻസൂർ ആണെങ്കിലും ഈ സ്മാരകം ഹസ്സൻ ടവർ അല്ലെങ്കിൽ അൽ ഹസ്സൻ മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത്. 13-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പേരിൻ്റെ ഉപയോഗം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്മാരകത്തിന് ഈ പേര് എങ്ങനെ ലഭിച്ചുവെന്ന് അജ്ഞാതമാണ്. ഇത് വാസ്തുശില്പിയുടെ പേരായിരിക്കാം എന്നാണ് ചിലരുടെ അഭിപ്രായം. തൊട്ടടുത്ത് ഈ കാണുന്ന റോയൽ പാലസ് കെട്ടിടത്തിൽ തന്നെയാണ് സ്വതന്ത്ര മൊറോക്കോയുടെ ആദ്യത്തെ രാജാവും രാഷ്ട്രപിതാവുമായ മുഹമ്മദ് അഞ്ചാമൻ്റെയും 2 മക്കളുടെയും അന്ത്യവിശ്രമ സ്ഥലം. അലവി രാജവംശത്തിലെ അംഗമായ അദ്ദേഹമാണ് ഫ്രഞ്ച് സ്പാനിഷ് സംരക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും മൊറോക്കോയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഈ താഴെ നടുവിൽ കാണുന്നത് മുഹമ്മദ് അഞ്ചാമൻ രാജാവിൻ്റെ മക്ബറ. 2 ഭാഗത്തുള്ളത് മക്കൾ ഹസ്സൻ 2-ാമൻ രാജാവിൻ്റെയും അബ്ദുള്ളയുടെയും. ആയിരത്തി 1961 മുഹമ്മദ് അഞ്ചാമൻ രാജാവ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തത് മറ്റൊരിടത്തായിരുന്നു. 1961 അദ്ദേഹത്തിൻ്റെ മകൻ ഹസ്സൻ 2-ാമനാണ് ഈ റോയൽ പാലസ് കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചത്. 1971 ഇതിൻ്റെ പണി പൂർത്തിയായപ്പോൾ തന്നെ മുഹമ്മദ് അഞ്ചാമൻ രാജാവിൻ്റെ ഭൗതിക ശരീരം ഇവിടെ അടക്കം ചെയ്തു. മുഹമ്മദ് അഞ്ചാമൻ്റെ ഈ ആധുനിക മക്ബറയും പള്ളിയും രൂപകൽപ്പന ചെയ്തത് വിയറ്റ്നാമീസ് ആർക്കിടെക്ട് കോങ് വോ ഡോൺ ആണ്. രാജാവിൻ്റെ മകൻ അബ്ദുള്ളയെ 1983 ഇവിടെ അടക്കം ചെയ്തു. 1999 മകൻ ഹസ്സൻ 2-ാമൻ രാജാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെയും ഇവിടെ അടക്കം ചെയ്തു. നാല് മൂലയിലും ഓരോ സെക്യൂരിറ്റി ഉണ്ട്. മുഴുവൻ സമയവും ഇവിടെ മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കാം. ൽ ഇതിന് ലോക പൈതൃക പദവി ലഭിച്ചു. അതാ ആ കാണുന്നത് മുഹമ്മദ് 6-ാമൻ ടവറാണ്. അതിന് 55 നിലകളുണ്ട്. റോക്കറ്റിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന് 250 മീറ്റർ ഉയരമുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ 3-ാമത്തെ കെട്ടിടമാണിത്. 2017 ഇതിന്റെ പണി ആരംഭിച്ചു. 2023 പൂർത്തിയായി. ഒരു ആഡംബര ഹോട്ടൽ, ഓഫീസുകൾ, ഉയർന്ന നിലവാരമുള്ള അപ്പാർട്ട്മെന്റുകൾ, ടവറിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിരീക്ഷണാലയവുമാണ് ആ കെട്ടിടത്തിലുള്ളത്.
ഇവിടത്തെ പ്രൗഢമായ നിർമ്മിതിയും കാഴ്ചകളും കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത് തന്നെയുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മനോഹര കാഴ്ചകൾ കാണാൻ പുറപ്പെട്ടു. ഈ നാടിന്റെ സൗന്ദര്യം പറഞ്ഞാൽ തീരില്ല. ഏത് വഴി പോയാലും മനോഹരമായി സംരക്ഷിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളും ഭംഗിയുള്ള കാഴ്ചകളും. ഈ രണ്ട് ഭാഗവും ഒന്ന് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങി. മൊറോക്കോയുടെ പടിഞ്ഞാറ് വടക്ക് ഭാഗത്താണ് അറ്റ്ലാന്റിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച. അല്പസമയം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചു. അതേ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ റെഡ് സിറ്റി എന്നറിയപ്പെടുന്ന മെറാക്കഷിലേക്ക് പുറപ്പെട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞ് ഞങ്ങൾ മെറാക്കഷ് പട്ടണത്തിന്റെ കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങി. ആ കാണുന്ന ഓരോ കെട്ടിടത്തിന്റെയും കളർ നോക്കൂ, ചുമന്ന കെട്ടിടങ്ങൾ. മൊറോക്കോയിലെ 4ാമത്തെ വലിയ നഗരമാണ് മെറാക്കഷ്. അറ്റ്ലസ് പർവ്വത നിരകളുടെ താഴ്വരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലം മുതൽ ഈ പ്രദേശത്ത് ബർബർ കർഷകരാണ് അധിവസിച്ചിരുന്നത്. 1070 അമീർ അബൂബക്കർ ഇബ്നു ഉമർ അൽ മൊറാവിഡ് രാജവംശത്തിന്റെ തലസ്ഥാനമായി സ്ഥാപിച്ചതാണ് ഈ നഗരം. അൽ മൊറാവിഡ് രാജവംശമാണ് ഈ നഗരത്തിന്റെ ഘടന സ്ഥാപിച്ചത്. ആയിരത്തി 1122-23 അലി ഇബ്നു യൂസഫ് നഗരത്തിന് ചുമന്ന മതിലുകൾ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷം ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങൾ സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഈ നഗരം റെഡ് സിറ്റി എന്നറിയപ്പെടുന്നു. ഈ പട്ടണത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് മറ്റൊരു വല്ലാത്ത ആകാംക്ഷ കൂടിയുണ്ട്. നമ്മുടെ നാട്ടുകാരനായ യൂട്യൂബറും മൊറോക്കോയിലെ ബിസിനസ്സുകാരനുമായ സുനീർ കാൻഡിയും കുടുംബവും അവരുടെ ഹോട്ടലും മറ്റും എല്ലാം ഇവിടെയാണ് ഉള്ളത്. ഫോണിൽ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല.
ബസ്സിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കണ്ണുകൾ തിരയുന്നത് അദ്ദേഹത്തിൻ്റെ ചിക്കാൻഡി എന്ന റെസ്റ്റോറൻ്റാണ്. അതാ കാണുന്നു ചിക്കാൻഡി. ഇന്ന് രാത്രി ഭക്ഷണം ഇവിടെയാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഇന്ന് രാത്രി നേരിൽ കാണും. മൊറോക്കോയിലെ മനോഹരമായ കാഴ്ചകളിലൂടെ, ചരിത്രഭൂമികളിലൂടെയുള്ള യാത്രയുടെ ഞങ്ങൾ പോയ സഞ്ചരിച്ച വഴികളിലൂടെയുള്ള വീഡിയോയുടെ 5ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു വീഡിയോ കൂടി മെറാക്കിഷിലെ കാഴ്ചകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് കഴിഞ്ഞൊരു യാത്രയിൽ ഒരാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കൂടി ഓർക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പലപ്പോഴും യാത്രകൾ വരാതിരുന്നത്, നമ്മുടെ യാത്രകളിലൊക്കെ പലപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ, നമസ്കാരങ്ങളൊക്കെ മുടങ്ങിപ്പോകും. അത് പേടിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ യാത്ര പോകാതിരുന്നത്. ഇപ്പം നിങ്ങളുടെ കൂടെ വന്നപ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നറിയുന്നത്. നമ്മളെപ്പോഴും, ഞാൻ അദ്ദേഹത്തോട് അന്ന് പറഞ്ഞു, എൻ്റെ കൂടെ യാത്ര ചെയ്ത ആളുകളോട് ചോദിക്കുക, നമ്മുടെ യാത്രകളൊക്കെ, നമ്മൾ പ്രത്യേകിച്ച് അത് തുർക്കി ആയാലും മൊറോക്കോ ആയാലും അസർബൈജാൻ ആയാലും ഏത് യാത്രയാണെങ്കിലും ആ യാത്രകളിലൊന്നും നിങ്ങളുടെ നമസ്കാരങ്ങൾ, ഇബാദത്തുകൾക്ക് മുടക്കം വരാത്ത രീതിയിലാണ് ആ പാക്കേജുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്ന സമ്പത്ത്, ആരോഗ്യം, സമയം എല്ലാം നാഥൻ തന്നതാണ്. നമ്മുടെ സമയവും സമ്പത്തും ഒക്കെ ചെലവഴിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ, നമസ്കാരങ്ങൾ മുടങ്ങിപ്പോകുന്ന രീതിയിൽ ആകുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. ഏത് യാത്രയിലും എവിടെ പോവുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ, നമസ്കാരങ്ങൾ മുടങ്ങാത്ത രീതിയിൽ പോകുമ്പോഴാണ് ആ യാത്ര പൊരുത്തപ്പെട്ടതായി മാറുകയുള്ളൂ. അവൻ തന്ന സമ്പത്ത്, അവൻ തന്ന സമയം ചെലവഴിക്കുമ്പോൾ അതിൽ ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അതിൻ്റെ ഒരു പൊരുത്തക്കേട്, അല്ലെങ്കിൽ ആ യാത്രയുടെ ഒരു സമ്പൂർണത ലഭിക്കുകയില്ല. എന്ന് വെച്ച് നമ്മൾ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലാത്ത യാത്രയല്ല. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള യാത്രകളാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ മറ്റാർക്കെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത്. അപ്പോൾ മൊറോക്കോ യാത്ര ഒക്ടോബർ 26-നാണല്ലോ. ആർക്കെങ്കിലും യാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, എന്നെ വിളിക്കുക. നമുക്ക് ഒരുമിച്ച് സന്തോഷമുള്ള ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട്, കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു യാത്ര പോകാം. അടുത്തയാഴ്ച നമുക്ക് ഈ യാത്രയുടെ അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.